രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അയാൾ വളരെ മോശം ജീവിതം, ഫ്രോഡ് എന്നാണ് നാട്ടിലെല്ലാവരും മൂപ്പരെ വിളിക്കല്. തമ്മാടി എന്നാണ് അതിൻ്റെ മലയാളം. അയാളാ എൻ്റെ മോക്ക് എൻ്റെ മോള് കെട്ടിയിട്ടെങ്കിൽ തന്നെ ഓന് കെട്ടിച്ചു കൊടുക്കൂല. നാട്ടിലെ സർവ്വ ആളും മൂപ്പരെ കുറിച്ച് അങ്ങനെ വിലയിരുത്തൽ. എല്ലാവരും മൂപ്പർക്ക് ഇപ്പൊ ലാസ്റ്റ് തോന്നി തുടങ്ങി ആർക്കും എന്നെ വേണ്ടെന്നുള്ളത്. കുറേ കാലം അങ്ങനെ കോമാളിത്തരം കളിച്ച്, പ്രത്യേകിച്ച് ഈ തെറി വിളിക്കാനുള്ള റാലിയും ഇലക്ഷൻ്റെ ശേഷമുള്ള റിസൾട്ടൊക്കെയാണ് മൂപ്പരുടെ സജീവ സാന്നിധ്യം ഉണ്ടാവുക. ആലിമീങ്ങളിങ്ങനെ പറയാ. പക്ഷെ മൂപ്പരെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ടെൻഷനാകാൻ തുടങ്ങി. പെട്ടെന്ന് ഏതൊരു ക്ലാസ്സോ വയലോ എന്തോ കേട്ടിട്ട് അത് പലപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ വളരെ മോശം കാരണന്മാരെല്ലാം കൂടിയിട്ട് ഇപ്പം തീരുമാനിച്ചു ഓനെ വല്ല ഗൾഫിലേക്ക് അയച്ചാലോ. അങ്ങനെ ഗൾഫിലേക്ക് അയച്ചു. ഒന്ന് ശരിയായി വരട്ടെ എന്ന് താല്പര്യമുണ്ട്. ഓനാ എവിടെ പോയാലും ശരിയാവില്ല എന്നുള്ളിടത്താളാണ് എല്ലാവരും പറയുന്നത്. നാട്ടിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ ICFൻ്റെ ആത്മീയ മജ്ലിസിലോ RSCയുടെ സംഘടനാ മികവിലോ ആ കുട്ടി കൂടി ശരിയായി വന്ന് ഇപ്പുണ്ട്. ഉപ്പാനെ വിളിക്കാൻ മടിയായിട്ട് നാണക്കേടും പേടിയായിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് പറയുന്നു, ഉമ്മയുപ്പി ഉംറക്ക് പോയിട്ടില്ലല്ലോ. ഉപ്പയമ്മ ഒന്നും ഉംറക്ക് ഞാൻ ദമാമെന്ന് അങ്ങോട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വരാം, ജിദ്ദയിലേക്ക് വരാം, അങ്ങനെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കത്തേക്ക് വരാം, മദീനത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. ഉപ്പാകുമാകും നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് തന്നെ എടുത്തു കൊടുത്തു. ഉപ്പാകുമാകും വേണ്ട രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. കാബൻ്റെ അടുത്തുനിന്ന് ഉപ്പിയമ്മയും നല്ലോണം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, പൊരുത്തപ്പെട്ടിരണം മോനെ, എന്തെല്ലോ പറഞ്ഞു പോയി, മോൻ നന്നാവാനേ ഉപ്പിയും എന്തും ചെയ്തിട്ടുള്ളൂ. ഉപ്പിയുമ്മയല്ലേ എനിക്ക് പൊരുത്തപ്പെട്ടിരണം, ഞാൻ എന്തുപ്പ. അങ്ങനെ വേണ്ട എല്ലാം കൊടുത്ത് ലഗേജ് ഫുള്ളാക്കി എത്തി. കോഴിക്കോട് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ന്യൂസ് വരുന്നത്, മോൻ ആക്സിഡൻറ്റിൽ മരിച്ചു. ഓ നല്ലോനാ. അവൻ്റെ ആക്കിബത്തിൻ്റെ കോലം കണ്ട ഗംഭീരാ മോന്. അങ്ങനെയുണ്ടാവും ചില മനുഷ്യന്മാർ. കാബ നോക്കിയിട്ട് നൊന്ത് പ്രസവിച്ച ഉമ്മയും പോറ്റി വളർത്തിയ ഉപ്പിയും ആയിരുന്നു എൻ്റെ ഈ മോനെ നന്നാക്കണേ. എങ്ങനെയാണല്ലോ സ്വീകരിക്കാണ്ടിരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.